ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിന് പുറത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മലയാള നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. തന്റെ രണ്ടാം വരവിൽ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് അദ്ദേഹം കഴിവ് തെളിയിച്ചു. പുഷ്പ എന്ന ചിത്രത്തിലൂടെ തന്റെ തെലുങ്ക് അരങ്ങേറ്റം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. പുഷ്പ 2 എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച വേഷത്തെക്കുറിച്ചും ആ വേഷത്തെ ട്രീറ്റ് ചെയ്ത രീതിയെക്കുറിച്ചും ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന കുറിപ്പിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പുഷ്പ എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി ഫഹദ് എത്തുമെന്ന് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് 2 ഭാഷകളിൽ ഇറങ്ങുന്ന ചിത്രത്തിൽ 20 മിനിറ്റ് മാത്രമുള്ള വേഷത്തിലേക്ക് ചുരുക്കി. എന്നാൽ ആ 20 മിനിറ്റ് ഒരു മലയാള നടൻ തെലുങ്കിൽ കാണിച്ച ഏറ്റവും അധികം പെർഫോമൻസ് ആയി മാറിയിരുന്നു. രണ്ടാം ഭാഗത്തിന് കാത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം ഫഹദ് അവതരിപ്പിച്ച ധൻവാൻ സിംഗ് ഷെഖാവത്ത് എന്ന വില്ലനായിരുന്നു. എന്നാൽ KGF 2 വിജയത്തിന് ശേഷം സംവിധായകൻ സുകുമാർ പുഷ്പ 2 സ്ക്രിപ്റ്റ് മുഴുവൻ പൊളിച്ചെഴുതിയത് വലിയ വാർത്തയായിരുന്നു. ഫഹദിനെ പോലെ പാൻ ഇന്ത്യൻ അപ്പീലുള്ള നടനെ എത്രമാത്രം കോമാളിയാക്കാൻ കഴിയുമോ അത്രയും കോമാളിയാക്കിയാണ് സുകുമാർ അവതരിപ്പിച്ചത്. തന്റെ ഈഹോ ഹാർട്ടായ ഒരു ഡെവിളിഷ് പോലീസ് ഓഫീസറെ രണ്ടാം ഭാഗത്തിൽ നായകനെ തട്ടിക്കളിക്കാനുള്ള വെറും ഉപകരണം മാത്രമാക്കി സുകുമാർ മാറ്റിക്കളഞ്ഞു. ആദ്യ ഭാഗത്തിൽ ആ കഥാപാത്രത്തിനുണ്ടായിരുന്ന ആത്മാവിനെ രണ്ടാം ഭാഗത്തിൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ടിപ്പിക്കൽ തെലുങ്ക് സിനിമകളിൽ വില്ലനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ പരിതാപകരമായിരുന്നു പുഷ്പ 2 ഫഹദിന്റെ കഥാപാത്രത്തെ സുകുമാർ ട്രീറ്റ് ചെയ്തത്. നായകന്റെ മൂത്രത്തിൽ കുളിക്കേണ്ടി വരുന്ന വില്ലനായി ഫഹദിനെ മാറ്റിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഏതൊരു ഈഗോയുമില്ലാതെ ഫഹദ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ നായകന്റെയും വില്ലന്റെയും ഈഗോ ക്ലേഷ് കാണിക്കാമെന്ന് പറഞ്ഞ് ഒടുവിൽ നായകന്റെ വൺമാൻ ഷോയ്ക്ക് വേണ്ടി ഫഹദിനെ കോമാളിയാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല. നായകന് മുകളിൽ ആരും സ്കോർ ചെയ്യരുത് എന്ന ചിന്തയിൽ സ്ക്രിപ്റ്റ് തിരുത്തിയപ്പോൾ ആദ്യ ഭാഗത്തിൽ ഗംഭീരമായി അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളെയും നിറം കെടുത്തിക്കളഞ്ഞു. ഫഹദിന്റെ കഥാപാത്രത്തിന് കൊടുത്ത എൻഡിങ് കാണുമ്പോൾ ഒരു എഴുത്തുകാരന്റെ അധപ്പതനമാണ് കാണാൻ സാധിച്ചത്. നായകന്റെ മാസ് മാത്രം കാണാൻ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ പുഷ്പയ്ക്ക് റെക്കോർഡ് കളക്ഷൻ സമ്മാനിച്ചേക്കും. എന്നാൽ അതൊന്നും പുഷ്പ 2 എന്ന തട്ടിക്കൂട്ട് മാസ് മസാല സിനിമയെ ഒരിക്കലും മഹത്തരമാക്കില്ല. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.